28 വർഷങ്ങളോളം കിരീട വരൾച്ചയുടെ പേരിൽ പഴികേട്ട ഒരു ടീം. കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് 4 കിരീടങ്ങൾ സ്വന്തം ഷെൽഫിലെത്തിച്ച ടീം. പറയുന്നത് മറ്റാരെ കുറിച്ചുമല്ല, അർജന്റീനയെ കുറിച്ചാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഫുട്ബോൾ ലോകത്ത് അർജന്റീന ദേശീയ ടീമിനോളം വിസ്മയിപ്പിച്ച മറ്റൊരു ടീം ഉണ്ടാകില്ല. 2014 ലോകകപ്പ് ഫൈനലും 2 കോപ്പ ഫൈനലുകളും കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടപ്പോൾ അർജന്റീന ആരാധകർ തകർന്നുപോയി. ലയണൽ മെസ്സിയുടെ വിരമിക്കൽ പ്രഖ്യാപനം കൂടിയെത്തിയത് ആരാധകർക്ക് ഇരട്ട പ്രഹരമായി. സംഭവബഹുലമാണ് പിന്നീടുള്ള അർജന്റീനയുടെ കഥ. ലയണൽ സ്കലോണി എന്ന പരിശീലകൻ കളം പിടിച്ചതോടെ അർജന്റീനയുടെ എഴുതപ്പെട്ട ഇതിഹാസങ്ങളും തിരുത്തി എഴുതപ്പെട്ടു. അർജന്റീനയുടെ ഫുട്ബോൾ പ്രതാപം വീണ്ടെടുക്കാൻ മെസ്സിയെ ഒപ്പം കൂട്ടി അയാൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 4 വർഷങ്ങൾക്കുള്ളിൽ അർജന്റീനയ്ക്കുണ്ടായ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ്. 2021 കോപ്പ അമേരിക്ക കിരീടം നേടിയതോടുകൂടി അർജന്റീനയുടെ കിരീടശാപത്തിന് അറുതിയായി. അതിനുശേഷം ഇറ്റലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിസിമ കിരീടം സ്വന്തമാക്കി. ഏറ്റവും ഒടുവിൽ ഖത്തർ വേൾഡ് കപ്പ് കിരീടവും സ്വന്തമാക്കിക്കൊണ്ട് ലയണൽ മെസ്സിയും സംഘവും സമ്പൂർണ്ണരാവുകയായിരുന്നു. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനവും അവർ തിരിച്ചുപിടിച്ചു. 2024 കോപ്പ കിരീട നേട്ടം അവർക്ക് ഇരട്ട മധുരമായി മാറി. കിരീടങ്ങൾ ഇല്ലാത്തവർ എന്നുള്ള കളിയാക്കലിൽ നിന്ന് കിരീടങ്ങൾ മാത്രമുള്ളവർ എന്ന പേരിലേക്ക് അർജന്റീന ഉയർന്നു. ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ഇത്രയും വലിയൊരു വളർച്ച കൈവരിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചത്. അർജന്റീന അക്ഷരാർത്ഥത്തിൽ അവരുടെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മേജർ ഫുട്ബോൾ കിരീടങ്ങളുള്ള ടീമിന്റെ പേരിന്ന് അർജന്റീന എന്നാണ്. 23 കിരീടങ്ങളാണ് ആൽബി സെലസ്റ്റകൾ ആകെ നേടിയിട്ടുള്ളത്. 16 കോപ്പ അമേരിക്ക കിരീടങ്ങളും 3 ലോകകപ്പുകളും ഉൾപ്പെടെയാണ് അർജന്റീനയുടെ ഈ 1-ാം സ്ഥാനം. 2-ാം സ്ഥാനത്തുള്ള ബ്രസീലിനാകെ 20 കിരീടങ്ങളാണുള്ളത്. 5 ലോകകപ്പുകൾ ഉൾപ്പെടെയാണ് ബ്രസീലിന്റെ നേട്ടം. 3-ാം സ്ഥാനത്തുള്ളതും സൗത്ത് അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയാണ്. 19 കിരീടങ്ങളുള്ള ഉറുഗ്വേക്ക് 15 കോപ്പ കിരീടങ്ങളും 2 ലോകകപ്പുകളുമുണ്ട്.